വീട്ടിൽ നിന്നിറങ്ങിയത് രാവിലെ 10:45 പോകുന്നതോ ക്ഷേത്രത്തിലേക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ഇത് രണ്ടും കൂടെ ക്ഷേത്രം ഇനി അടയ്ക്കാൻ പോവാണോ? ഒരു 40-50 മിനിറ്റ് യാത്രയ്ക്കുള്ളിലേ നമ്മൾ അവിടെ എത്തിച്ചേരത്തുള്ളൂ. പക്ഷെ എങ്കിലും ക്ഷേത്രം അടക്കില്ല. അയ്യോ, നമ്മുടെ ശാസ്താംകോട്ട. എത്രയൊക്കെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ഉണ്ടല്ലോ, ഈ സ്ഥലം എത്തുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് പോവും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സ്ഥലം. എന്റെ കോളേജ്, ഞങ്ങളുടെ ക്ഷേത്രം, ഞങ്ങളുടെ ലേക്ക്, എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയ സ്ഥലം, അതുപോലെ നല്ലവരായ നാട്ടുകാരും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ശാസ്താംകോട്ട എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? പാകിസ്ഥാൻ മുക്ക്. ഇവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു സ്ഥലമാണിത്, പാകിസ്ഥാൻ മുക്ക്. ഞങ്ങൾ പോയത് ആസ് യൂഷ്വൽ മണ്ണടി ദേവി ക്ഷേത്രമാണ്. ഇവിടെ ഉച്ചയ്ക്കാണ് ദീപാരാധന കേട്ടോ. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ കറങ്ങിയും പാർക്ക് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ ടെമ്പിളിന്റെ മുമ്പിലായിട്ടായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര രസം കേട്ടോ, സ്ഥലം കാണാൻ. കുറച്ചുകൂടെ രസം. നമുക്ക് അങ്ങനെയും കയറാം, ഇങ്ങനെയും കയറാം. അന്ന് നമ്മൾ വന്നപ്പോൾ മ്യൂസിക് തിയേറ്റർ അമ്പലത്തിൽ പൂജ നടക്കാം. ഗണപതി അമ്പലം. ആദ്യം തന്നെ ഗണപതി അമ്പലത്തിൽ കയറണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം ഉണ്ണിയപ്പം മേടിക്കണം. കഴിഞ്ഞ വട്ടവും കിട്ടിയില്ല, പക്ഷെ ഇപ്രാവശ്യവും കിട്ടിയില്ല. മണ്ണടി ദേവി ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം പറയാം, ഇവിടെ ഭയങ്കര നിശബ്ദതയാണ് കേട്ടോ. നമ്മൾ തൊഴുന്ന സമയത്തായാലും അവിടുത്തെ ദീപാരാധന സമയത്തായാലും ഒക്കെ ഭയങ്കര നിശബ്ദതയായിരിക്കും. നമ്മുടെ പ്രകൃതിയുടെ ഒരു നിശബ്ദതയില്ലേ, അതേപോലെ എന്ന് വെച്ചാൽ ചുറ്റിനും കാവായിരിക്കും. അതൊക്കെ ഇതിനകത്തൊരു കാരണമാവാം. പല ക്ഷേത്രങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം നാമജപത്തിൽ മാത്രം. ആ സമയത്ത് എല്ലാവരും ഉറക്കെയാണ് നാമം ചൊല്ലുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. വളരെ നിശബ്ദതയായിരിക്കും, വളരെ നിശബ്ദത. പിന്നെ നമ്മൾ എത്രയൊക്കെ വഴിപാട് നടത്തിയാലും എല്ലാത്തിനും കൂടെ കിട്ടുന്ന പ്രസാദം ഇതാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ വഴിപാട് നടത്തിയില്ലെങ്കിലും ഭഗവതിയുടെ ഈ പ്രസാദം നമുക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ആദ്യം അവർക്ക് കൊടുത്തിട്ടേ നമുക്ക് തരുത്തോളൂ എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് അവിടെ നിന്ന് കഴിക്കാം. പിന്നെയും നമ്മളിത് അവിടെ നിന്ന് കഴിക്കത്തില്ല, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരുമായിട്ടാണ് പങ്കുവെച്ച് കഴിക്കുന്നത് കേട്ടോ. ഈ മണ്ണടി പഴയകാവ് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ സിന്ദൂരമാണ്. ഇതിനകത്ത് മഞ്ഞളും ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അവിടുത്തെ പൂജ കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിയുണ്ട്. അത് അവിടുത്തെ സ്റ്റേജിലാണ്. നമ്മൾ വണ്ടി ഇട്ട സ്ഥലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റേജ് കാണും. അവിടെ നല്ല ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ. നമുക്കിനി രണ്ടാമത് വേണമെങ്കിൽ ആ ചേച്ചിമാർ വന്ന് നമ്മളോട് ചോദിക്കും വേണോന്ന്. നമുക്ക് അങ്ങോട്ട് പോയി വാങ്ങിക്കാം. പോകാൻ പറ്റുന്നവരൊക്കെ ഒരു വട്ടമെങ്കിലും പോയി തൊഴുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ടാറ്റ.